മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയത്തിലെ 3-ാമത്തെ ദശകത്തിലെ 6-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയണത്. അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ഭവൽ ഭക്തിസ്താവൽ പ്രമുഖമധുരാത്വൽഗുണരസൽ കിമപ്യാരൂഢാ ചേദഖില പരിതാപപ്രശമനീ പുനശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധോദയമിളൻ മഹാനന്ദ അദ്വൈതം ദിശതി കിമത പ്രാർത്ഥ്യമപരം. പൂർവശ്ലോകത്തിൽ പറഞ്ഞത് ഭക്തി തന്നെയാണ് എനിക്ക് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ ക്ലേശങ്ങളും ഇല്ലാതെ കണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതല്ലെങ്കിൽ ഭഗവാന്റെയും വ്യാസന്റെയും ഒക്കെ വാക്കുകൾ തന്നെ വ്യർത്ഥമാണ്, വഴിപോക്കരുടെ വാക്ക് പോലെ ആവും എന്നുള്ളത് പറഞ്ഞു. ഇനി ഈ ശ്ലോകത്തിൽ പറയുകയാണ്, ആ ഭക്തി ഓരോരോ സ്റ്റേജിലും ഘട്ടത്തിലും അതെങ്ങനെ എന്നെ ബാധിക്കും, എൻ്റെ ഹൃദയത്തിനെ ബാധിക്കും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കണത്. ഭവൽ ഭക്തി താവത് പ്രമുഖമധുരാ ത്വൽഗുണരസാദ് ത്വദ്ഗുണരസാദ്. ഭഗവാന്റെ ഗുണങ്ങൾ, ത്വൽഗുണങ്ങൾ, ഭഗവാന്റെ ഗുണങ്ങൾ, അതായത് അങ്ങനെയുള്ളതായിട്ടുള്ള കഥകൾ കേൾക്കുക, ആ കഥകളുടെയൊക്കെ രസം അനുഭവിക്കുക. ആ ഭഗവത് കഥകൾ കേൾക്കണത് തന്നെ ഒരു സന്തോഷകരമാണ്. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ സന്തോഷത്തെ ഉണ്ടാക്കുന്നതായിട്ടുള്ള വിവിധ രസങ്ങളോട് കൂടിയതായിട്ടുള്ള, അല്ലെങ്കിൽ അതിലുള്ളതായിട്ടുള്ള താല്പര്യം, ആനന്ദം വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ആ ഗുണങ്ങളിൽ ഉള്ളതായിട്ടുള്ള താല്പര്യങ്ങൾ, അതിൻ്റേതായിട്ടുള്ള സന്തോഷം, ആനന്ദം, അത് അനുഭവിക്കാൻ സാധിക്കുന്നത് കൊണ്ട് പ്രമുഖമധുര, അതിൻ്റെ ആരംഭത്തിൽ തന്നെ അത് വളരെ മധുരമായിട്ടുള്ളതാണ്. പ്രമുഖം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആരംഭ ദിശയിൽ തന്നെ, സമ്മുഖമാവുക എന്ന് പറയുമ്പോൾ കാണുന്ന അവസരത്തിൽ തന്നെ എന്നുള്ള അർത്ഥമാണ്. അതുമാതിരി ആരംഭദശയിൽ തന്നെ അത് മധുരമാണ്, സന്തോഷജനകമാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ല. ഇപ്പം ജ്ഞാനയോഗം എന്ന് പറയുന്നുണ്ട്. ജ്ഞാനയോഗം എന്ന് പറയുമ്പോൾ അനവധി ഗ്രന്ഥങ്ങൾ പഠിക്കുക, അതിൽ നിന്നുള്ളതായിട്ടുള്ള ജ്ഞാനം ഉണ്ടാവുക, അത് വാദമുഖങ്ങളൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു, ഉപനിഷത്തുകളെയൊക്കെ അർത്ഥം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ജ്ഞാനം ഉണ്ടാവുക എന്നുള്ളത് ആദ്യമൊന്നും ഒരു സുഖമുള്ളതല്ല. ഇപ്പോൾ സംസ്കൃതം പഠിക്കാൻ തന്നെ എത്ര വിഷമാണ്, ആദ്യം തന്നെ ഒരു വിഷമവും ഇല്ലാത്ത വിഷമായിട്ടുള്ളതാണ്. പക്ഷേ ഈ ഭക്തി എന്ന് പറയണത് അങ്ങനെയല്ല. അത് ആദ്യം തന്നെ ഭഗവത് കഥകൾ കേട്ടും കൊണ്ടാണല്ലോ ഭക്തി ഉണ്ടാവുന്നത്. അപ്പോൾ ഭഗവത് കഥകളിലുള്ളതായിട്ടുള്ള ആ കേൾക്കുന്നതിലുള്ളതായിട്ടുള്ള ആനന്ദം, ആ ആനന്ദം കൊണ്ട് അത് ആദ്യം തന്നെ പ്രമുഖത്തിൽ തന്നെ, ആരംഭത്തിൽ തന്നെ അത് മധുരമായിട്ടുള്ളതാണ്, അത് ആസ്വാദ്യമാണ് എന്ന് പറയാണ്. ഭവൽ ഭക്തി സ്ഥാവൽ പ്രമുഖമധുര. എന്തുകൊണ്ടാണത്? ത്വൽഗുണരസാദ്, അങ്ങയുടെ ഗുണങ്ങളെ പറ്റിയിട്ട്, ഗുണങ്ങളെ പറയുന്നതായിട്ടുള്ള കഥകൾ, ആ കഥകളിലുള്ളതായിട്ടുള്ള ആസ്വാദ്യത കൊണ്ട് അത് ആരംഭത്തിൽ തന്നെ അത് ഭക്തി എന്ന് പറയണത് അത് മധുരമായിട്ടുള്ളതാണ്. ഇനി കിമപ്പി ആരൂഢാ ചെയ്ത്, കുറച്ചൊന്ന് വളർന്നു കഴിഞ്ഞാലോ ആ ഭക്തി ആദ്യം തന്നെ സുഖകരാണെന്ന് പറഞ്ഞു. ഇനി ആരൂഢാ ചെയ്ത്, ആ ഭക്തി ഒന്ന് വളർന്നു കഴിഞ്ഞു, കുറച്ചും കൂടി ആയി കഴിഞ്ഞു എന്ന് വെച്ചാലോ, കിമപ്പി ആരൂഢാ ചെയ്ത്, കുറച്ച് കഴിഞ്ഞ് വളർന്നു കഴിഞ്ഞാൽ അഖില പരിതാപപ്രശമനീ, എല്ലാ പരിതാപങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും പ്രശമിപ്പിക്കുന്നതാണ്, ഇല്ലാതാക്കുന്നതാണ്. അഖില പരിതാപപ്രശമനീ, എല്ലാ പരിതാപങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നതാണ്. കുറച്ചൊന്ന് ഭക്തി ഇങ്ങടെ ഒന്ന് വളർന്നു കഴിഞ്ഞാൽ അത് എല്ലാ ക്ലേശങ്ങളെയും ഇല്ലാതാക്കുന്നതാണ്. പുനശ്ചാന്തേ, പിന്നെ അവസാനത്തിലോ 3 ദശയിലും പറയാണ്. ആദ്യം തുടങ്ങുമ്പോൾ തന്നെ അത് മധുരാണ്. ഒന്ന് വളർന്നു കഴിഞ്ഞാൽ ബാക്കി ലൗകികമായിട്ടുള്ള എല്ലാ ദുഃഖങ്ങളെയും അത് ഇല്ലാണ്ടാക്കും. ഇനി അന്തേ, അത് പിന്നെ നല്ലോണം വളർന്നു കഴിഞ്ഞാൽ അന്തേ, അവസാനത്തിൽ പുനശ്ച അന്തേ, വീണ്ടും അന്തേ, അവസാനത്തിൽ സ്വാന്തേ, സ്വാന്തം എന്ന് വെച്ചാൽ ഹൃദയം, ഹൃദയത്തിൽ പുനശ്ചാന്തേ സ്വാന്തേ, ഹൃദയത്തിൽ വിമല പരിബോധോദയമിളൻ മഹാനന്ദ അദ്വൈതം ദിശതി.
അദ്വൈതം ദിശതി, അദ്വൈതത്തിനെ നൽകുന്നു, ദിശതി നൽകുന്നു, അദ്വൈത ബോധത്തെ നൽകുന്നു. ഏകീഭാവം, അദ്വൈതം എന്ന് വെച്ചാൽ ഒന്നേ ഉള്ളൂ എന്നുള്ളതായിട്ടുള്ള ആ ഭാവം, അവസ്ഥ, ആ അവസ്ഥയെ നൽകുന്നു. അതായത് നമ്മുടെ ഹൃദയത്തിൽ ഏകീഭാവം, അതായത് ഭഗവാനുമായിട്ട് ഒന്നാണ് താൻ എന്നുള്ളത്, താൻ വേറെ, ഭഗവാനിൽ നിന്ന് വേറെ ഒന്നല്ല എന്നുള്ളതായിട്ടുള്ള ഏകത്വം ബോധം അത് നൽകുന്നു. അത് തന്നെയാണ് മുക്തി എന്ന് പറയണത്, ജീവൻ മുക്തി എന്നൊക്കെ പറയണത് അത് തന്നെയാണ്. ആ ജീവൻ മുക്തി എന്നതായിട്ടുള്ള അവസ്ഥയെ അവസാനം അത് നൽകുന്നു. അന്തേ അദ്വൈതം ദിശതി, സ്വാന്തേ, സ്വാന്തത്തിൽ അദ്വൈതം ദിശതി, അദ്വൈതം എന്നുള്ളതായിട്ടുള്ള അവബോധത്തെ അത് ഉണ്ടാക്കുന്നു. എങ്ങനെയുള്ളതാണ് ഈ അദ്വൈതം എന്നുള്ളതായിട്ടുള്ള അവബോധം? വിമല പരിബോധോദയമിളൻ മഹാനന്ദ അദ്വൈതം. വിമലമായിട്ടുള്ള മാലിന്യങ്ങളെല്ലാം നശിച്ചിട്ട്, ഹൃദയത്തിലെ മാലിന്യങ്ങളെല്ലാം നശിച്ച് പരിബോധോദയമിളൻ, പരിബോധം, ആ ജ്ഞാനം ഉണ്ടാവുക, ഹൃദയത്തിലെ മറ്റെല്ലാ മാലിന്യങ്ങളും നശിച്ച്, രാഗദ്വേഷാദികളായിട്ടുള്ള മാലിന്യങ്ങളൊക്കെ നശിച്ച് അദ്വൈതത്തിൻ്റെ അവബോധം ഉണ്ടായി. പരിബോധം, ജ്ഞാനബോധം, ജ്ഞാനോദയം, പരിബോധോദയം, ജ്ഞാനോദയം ഉണ്ടാവുമ്പോൾ അതിനോട് ചേർന്ന് പരിബോധോദയ മിളൻ, അതിനോട് ചേർന്നുള്ളതായിട്ടുള്ള വിമല പരിബോധ, വിമലമായിട്ടുള്ള ഹൃദയത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ജ്ഞാനം, പരിബോധം, അതിനോട് ചേർന്ന് പരിബോധോദയ മിളൻ മഹാനന്ദ അദ്വൈതം. പരിബോധം ഉണ്ടാകുമ്പോൾ, ആ ജ്ഞാനം അങ്ങോട്ട് ഉണ്ടായി കഴിയുമ്പോൾ അതിനോടൊപ്പം ഒരു പരമാനന്ദവും അങ്ങോട്ട് ഉണ്ടാവുകയാണ്. ഒന്നേ ഉള്ളൂ എന്നുള്ള അവസ്ഥ വരുമ്പോൾ വേറെ ഒന്നുണ്ടെങ്കിലല്ലേ അതിനെക്കുറിച്ച് ദുഃഖിക്കാനുള്ള കാരണമുള്ളൂ. വേറെ ഒന്നില്ല, ഒന്നേ ഉള്ളൂ. ആ ഒന്നേ ഉള്ളൂ എന്നുള്ളതായിട്ടുള്ള ആ ബോധം തന്നെ ആനന്ദാത്മകമാണ്. പരിബോധോദയമിളൻ മഹാനന്ദ അദ്വൈതം, മഹാനന്ദ സ്വരൂപമാണ്. അത് മഹാനന്ദം എന്ന്, ആനന്ദം ഒന്നിനും ഉണ്ടാവുമല്ല, ആ ആനന്ദാത്മകം തന്നെയാണ്, വേറെ ഒന്നില്ല, ആ ആനന്ദം മാത്രമേ ഉള്ളൂ എന്നുള്ള അവസ്ഥ. ജ്ഞാനം, ആനന്ദം എന്നൊക്കെ ആ സത്വം എന്നുള്ളതായിട്ടുള്ള ആ മൂന്നും കൂടി ഒന്നിച്ച് ഒന്നേ ഉള്ളൂ എന്നുള്ളതായിട്ടുള്ളൊരവസ്ഥയാണ്. അതിൻ്റെ സ്വരൂപമാണ് സത്ത്, ചിത്ത്, ആനന്ദം എന്ന് പറയണത്. ആ ജ്ഞാനം ഉണ്ടാകുമ്പോഴുള്ളതായിട്ടുള്ള അവസ്ഥ ആണ് അത്. അങ്ങനെ പരിബോധോദയം ഉണ്ടാവുമ്പോൾ, ജ്ഞാനോദയം ഉണ്ടാവുമ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഒപ്പം തന്നെ ഉണ്ടാവുന്നതായിട്ടുള്ള ആ മഹാനന്ദം ആയിട്ടുള്ളതായിട്ടുള്ള അദ്വൈത അവബോധം, അദ്വൈതത്തിൻ്റെ അനുഭവം, അതും ഉണ്ടാക്കി തരുന്നു. ഏത്? ഈ ഭക്തി തന്നെ. അന്തേ, അവസാനത്തിൽ, അത് ഭക്തി ഏറ്റവും പാരമ്യത്തിൽ എത്തുമ്പോൾ അത് ഭഗവാനിൽ നിന്ന് ഭിന്നനല്ല എന്നുള്ളതായിട്ടുള്ള ബോധം, അവബോധം, അതിനോടൊപ്പം ഉള്ളതായിട്ടുള്ള ആ മഹാനന്ദം, ആ മഹാനന്ദത്തോട് സ്വരൂപമായിട്ടുള്ളതായിട്ടുള്ള ആ അദ്വൈത ചിന്ത, അദ്വൈതം എന്നുള്ളതായിട്ടുള്ള ആ അനുഭവം, അതും ഉണ്ടാക്കിത്തരുന്നു. ഈ ഭക്തി അങ്ങേയറ്റം എത്തിച്ചേരുമ്പോൾ കിമത പ്രാർത്ഥ്യമപരം, അതഹ, ഇതിനേക്കാൾ കൂടുതലായിട്ട്, അതായത് ഈ പരമാനന്ദം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴോ, ഇനി അതല്ലാതെ കണ്ട് അതിലും അപ്പുറമായിട്ട് എന്താ ഒന്ന് പ്രാർത്ഥിക്കാനുള്ളത്? അപരം പാർത്ഥ്യം കിം, അപരമായിട്ട് എന്താണ് പ്രാർത്ഥ്യമായിട്ടുള്ളത്, പ്രാർത്ഥിക്കേണ്ടതായി ഉള്ളത്? വേറെ ഒന്നുമില്ല. ഈ ആനന്ദമുണ്ടായി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും പ്രാർത്ഥിക്കേണ്ടതായിട്ടില്ല. ഈ ആനന്ദം തന്നെയാണ് ഉണ്ടാവുക. അത് ഭക്തി കൊണ്ടുണ്ടാവുകയും ചെയ്യും. ഭക്തിയുടെ പാരമ്യത്തിലെത്തുമ്പോൾ ഈ പരമാനന്ദം തന്നെ അനുഭവിക്കാറാവും. വേറൊന്നും ഇനി അതിനപ്പുറം വേറെ എന്താണ് പ്രാർത്ഥിക്കാനുള്ളത് എന്നാണ്. അപ്പം ഈ ഭക്തി കൊണ്ട് തന്നെ എല്ലാം ഉണ്ടാവും എന്നുള്ളത് ആ ഭക്തിയുടെ 3 ഘട്ടങ്ങൾ. ആരംഭത്തിൽ തന്നെ അത് മധുരമാണ്. അപ്പോൾ ആ മധുരമായിട്ടുള്ളത് എന്തായാലും നമ്മൾ കഴിക്കാൻ തോന്നും. കയ്പുള്ള സാധനമാണെങ്കിൽ കഴിക്കാൻ തോന്നില്ല. ഇവിടെ ഭക്തി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ തുടങ്ങുമ്പോൾ തന്നെ മധുരമാണ്. കുറച്ചും കൂടിയും കഴിഞ്ഞാലോ അത് ഒന്നും കൂടിയും മധുരമായിട്ട് തീരുന്നു. പിന്നെ അവസാനത്തിലത് പരമാനന്ദം ലഭിക്കണു. ആ സച്ചിദാനന്ദത്തിൻ്റെ അവബോധം, അനുഭവം ഉണ്ടാവുമ്പോൾ അത് തന്നെ തരണു എന്നുള്ളത് കൊണ്ട്, ആ പരമാനന്ദം തന്നെ ആക്കി തീർക്കണു തന്നെ എന്നുള്ളത് കൊണ്ട്, ആ സ്വാന്തത്തിനെ ആ ആനന്ദത്തിൽ നിന്ന് അഭിന്നമാക്കി തീർക്കണു. അപ്പം അതുകൊണ്ട് വേറെ എന്താ ഇനി പ്രാർത്ഥിക്കാനുള്ളത്? ആ ഭക്തി ഒന്ന് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. അത് തന്നെയാണ് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കണത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ ആ ശ്ലോകം അവസാനിപ്പിക്കുകയാണ്. ഭവൽ ഭക്തിസ്താവത് പ്രമുഖമധുരാത്വൽഗുണരസാത് കിമപ്യാരൂഢാചേദഖില പരിതാപ പ്രശമനീ.
പുനശ്ചാന്തേ സ്വാന്തേ വിമല പരിബോധോദയമിളൻ മഹാനന്ദദ്വൈതം ദിശതി കിമത പ്രാർത്ഥ്യമപരം. ഭവൽ ഭക്തിക്ക് ആദ്യം മധുരരസമാം നിൻ കഥഗുണം രസിച്ചാൽ വർദ്ധിക്കും ഗതമഖിലവും തീരുമുടനെ. ഒടുക്കം വന്നെത്തും വിമലമതും അദ്വൈതമറിവും ലഭിക്കുന്ന ആനന്ദം പരമമിനി കാക്ഷിപ്പതരു നാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.